beautiful people, welcome back to my channel. ഇന്ന് ഞാൻ ആംസ്റ്റർഡാമിലെ കെക്കൻകോഫ് എന്ന് പറഞ്ഞ ഒരു വലിയൊരു ടുലിപ്പ് ഗാർഡൻ ഉണ്ട്. അവിടെയാണ് നിൽക്കുന്നത്. അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. സോ ലെറ്റ്സ് ഗോ. രാവിലെ എണീറ്റ് ഊബർ എടുത്ത് ഞങ്ങൾ ഷിപ്പോൾ എയർപോർട്ടിലോട്ട് പോവുകയാണ് ഒരു കാർ റെൻറ്റ് ചെയ്യാനായിട്ട്. ഞങ്ങളുടെ ഊബർ ഡ്രൈവർ അഫ്ഗാനിസ്ഥാനിൽ നിന്നായിരുന്നു. സോ അതുകൊണ്ട് പുള്ളി ഹിന്ദി പാട്ടൊക്കെയാണ് കേട്ടോണ്ടിരുന്നത്. സോ അതൊക്കെ ഞങ്ങൾ കേട്ടു. ഇപ്പം ഞങ്ങൾ ഷിപ്പോളിലെ കാർ റെൻ്റൽ ഏരിയയിലെത്തി. വെക്കേഷന് പോകുന്നതിന് മുമ്പേ ഞാൻ എപ്പോഴും AAA ഇൻഷുറൻസിൽ നിന്ന് ഇൻ്റർനാഷണൽ ലൈസൻസ് എടുക്കും. 1 ഇയർ വാലിഡിറ്റി ഉള്ളൂ. നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ പാസ്പോർട്ടും കാണിച്ച് $20 അതിൻ്റെ ഫീ. അത് കൊടുത്താൽ നമുക്ക് ഇൻ്റർനാഷണൽ ലൈസൻസ് കിട്ടും. ഔട്ട്സൈഡ് USA നമുക്ക് കാർ റെൻറ്റ് ചെയ്യാനും ഡ്രൈവ് ചെയ്യാനും ഒക്കെ ഇത് അത്യാവശ്യമാണ്. ഞങ്ങൾ എടുത്തത് ടയോട്ടയുടെ CHR ആണ്. ഷിപ്പോൾ എയർപോർട്ടിൽ നിന്ന് കൂക്കനാഫ് ടുലിപ്പ് ഗാർഡനിലോട്ടുള്ള ദൂരം 20 മിനിറ്റ്സ് ആയിരുന്നു. അത് പോയത് അറിഞ്ഞതേ ഇല്ല കേട്ടോ. റോഡിന് ഇരുവശവുമായിട്ട് ധാരാളം വിൻമിൽസ് കണ്ടു. അതുമാത്രമല്ല പല നിറത്തിലുള്ള ടുലിപ്പ് ഫീൽഡ്സ് കണ്ടു. മാജിക്കലായിരുന്നു ആ ഒരു യാത്ര. അങ്ങനെ ഞങ്ങൾ വേൾഡ്സ് ലാർജസ്റ്റ് ടുലിപ്പ് ഗാർഡനിലെത്തി. കൂക്കനാഫ് ലീസ് എന്ന് പറഞ്ഞ നെതർലൻഡ്സിലെ ഒരു ടൗൺ ഉണ്ട്. അവിടെയാണ് ഈ കൂക്കനാഫ് സ്ഥിതി ചെയ്യുന്നത്. അഡ്മിഷൻ ടിക്കറ്റ് നേരത്തെ തന്നെ ഓൺലൈനിൽ എടുക്കുന്നതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഞങ്ങൾ ടുലിപ്പ് ഗാർഡൻ കാണാൻ വേണ്ടിയുള്ള ടിക്കറ്റ് മാത്രമേ എടുത്തുള്ളൂ. ഉള്ളിൽ ബോട്ട് റൈഡൊക്കെ ഉണ്ട്, അതും കൂടെ ചേർത്തുള്ളതൊക്കെ എടുക്കാം. പക്ഷെ ഞങ്ങൾ ഗീത്തൂൺ എന്ന് പറഞ്ഞ നെതർലൻഡ്സിലുള്ള ഒരു വില്ലേജിലെ ബോട്ട് റൈഡൊക്കെ എടുക്കുന്നുണ്ട്. സോ അതുകൊണ്ട് വീണ്ടും വേണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഗാർഡൻ മാത്രം മതി എന്ന് തീരുമാനിച്ചു. ഈ ഗാർഡൻ യൂഷ്വലി ഓൾമോസ്റ്റ് എൻഡ് ഓഫ് ദ മാർച്ച് ടു മിഡിൽ ഓഫ് ദ മെയിലാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. 8 AM to 7:30 PM എവറി ഡേ. പിന്നെ ഇവിടെ ഒരു 10 മണി കഴിഞ്ഞൊക്കെ വന്നാൽ ഭയങ്കര ക്രൗഡഡ് ആട്ടോ. ഒരു 4:30 വരെ നല്ല ക്രൗഡഡ് ആണ്. ഒരു 2-3 മണിക്കൂർ അല്ല, ഒരു 4 മണിക്കൂറെങ്കിലും വേണം കേട്ടോ ഇത് ഫുള്ളൊന്ന് റിലാക്സ് ചെയ്ത് കാണാനായിട്ട്. പിന്നെ ഞങ്ങൾ പോയ ദിവസം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മഴ ചാറുന്നുണ്ടായിരുന്നു. റെയിൻകോട്ട് ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. അത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നൊരു കാര്യമായിട്ടോ. നമ്മുടെ കയ്യിലൊരു റെയിൻകോട്ട് ഉണ്ടെങ്കിൽ, എസ്പെഷ്യലി ആംസ്റ്റർഡാമിൽ പോകുമ്പം റെയിൻകോട്ട് ഉണ്ടെങ്കിൽ അത് ഭയങ്കര യൂസ്ഫുൾ ആണേ. പിന്നെ കൂക്കനാഫിൽ നിങ്ങൾ 10 മണി കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു 10 തൊട്ട് 4 ആ ഒരു ടൈമിൽ വന്നു കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കണമെന്ന് പ്ലാൻ ഉണ്ടെങ്കിൽ കുറേ പേഷ്യൻസ് വേണം കേട്ടോ. ഇഷ്ടപ്പെട്ട ഏരിയയിൽ എത്തുമ്പം ആ ഏരിയയിലെ ക്രൗഡ് ഒന്ന് കുറയുന്നോടം വരെ വെയിറ്റ് ചെയ്ത് നോക്കി വേണം ഫോട്ടോസും വീഡിയോസും എടുക്കാൻ.
painting dreams with colors so free. Blue spring flowers dancing to the winds of hours. In your petals secrets lie, tales of earth and sky. Each petal holds a story told of sunlight warm and night so cold. In your fragrance, memories bloom, chasing away all gloom, pushing away all gloom. Underneath the sky's gentle dawn, spring flowers sway in harmony, painting dreams with colors so free. Blue spring flowers dancing to the winds of flowers. In your petals secrets. صيف السنين ده بسرعة ومرت أحراج. 버려진 너와 나, 난 괜찮아 넌 괜찮을까. 구름 한 점 없이 예쁜 날, 꽃향기만 남기고 갔단다. 꽃향기만 남기고 갔단다. You and me 미칠 듯이 뜨거웠지만 처참하게 짓밟혀진 내 하나뿐인 라일락. 난 하얀 꽃잎처럼 날아가, 잡지 않는 것은 너니까. 살랑살랑 부는 바람에 ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പ്ലീസ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ ഫ്രം രേഖ തോമസ്. But every time